ഏതിനും സംസാരിക്കുകയും എല്ലാവരുടെയും നാവടക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാ അനിയുടെ മുത്തശ്ശൻ. എന്നിട്ട് അദ്ദേഹം പോലും ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു വാക്കുപോലും മിണ്ടിയില്ല. മുത്തശ്ശന്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. ഞാൻ മുത്തശ്ശനോട് സംസാരിച്ചപ്പോഴൊക്കെ മൗനമായിട്ടിരിക്കുക. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ. അതുപോലെ ഞാനും തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു, ഇനി അകത്തേക്ക് വരില്ല എന്ന്. പിന്നെ എടുത്ത് എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യുമെന്ന് എനിക്കും അറിയത്തില്ല. എന്റെ വീട്ടിലേക്ക് പോയാ പിന്നെ വെള്ള പുതച്ചു കിടക്കുന്ന അച്ഛനെ എനിക്ക് കാണേണ്ടി വരുവനെ. അതെനിക്ക് ഒഴിവാക്കിയേ പറ്റൂ. കുറച്ചുകൂടി മഴ നനയട്ടെ, അപ്പോ എന്തെങ്കിലും ഒരു മാർഗം മനസ്സിൽ തെളിഞ്ഞു വരും. അതുപോലെ ഞാൻ ചെയ്തോളാം. ഇപ്പൊ അനി പൊയ്ക്കോ. എടുത്തി, ഞാൻ സ്നേഹത്തോടെ വിളിക്കാം. ഒന്ന് വന്നാ സിറ്റൗട്ടിലെങ്കിലും ഒന്ന് ഇരിക്കുക. ഇല്ല അനി, ഞാൻ വരില്ല. അനി പൊയ്ക്കോ. ഞാനും ഈ വീട്ടിലെ മരുമോളാ. എന്നെ ഈ വീട്ടിൽ നിന്നാരും പുറത്താക്കിയില്ലല്ലോ. ഞാൻ മഴ നനഞ്ഞ് നിൽക്കുന്ന കാഴ്ച നിങ്ങക്ക് കാണേണ്ടി വന്നില്ലല്ലോ. ഇവളുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇവൾ അതുപോലെയൊക്കെ ആദർശേട്ടൻ അമ്മയടുത്ത് സംസാരിച്ചത്. എന്താണ് എന്റെ മോള് സംസാരിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ സാർ. ഇവള് എന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തത് പറഞ്ഞു. അല്ല ഇവളെ പിടിച്ചു പുറത്താക്കിയത്. എല്ലാം കേട്ടിട്ട് വന്ന എന്റെ മകനാ. അമ്മമാരുടെ മുഖത്ത് നോക്കി മരുമക്കള് പറയാൻ പാടില്ലാത്തത് പറഞ്ഞാ അത് ഒരു മക്കൾക്ക് സഹിക്കില്ല. അല്ല അതൊക്കെ പോട്ടെ, ഇവിടെ നടക്കുന്ന കാര്യങ്ങള് ആരാ ചൂടാറും മുമ്പ് നിങ്ങളെ അറിയിച്ചത്? ഇങ്ങനൊരു കാഴ്ച എന്റെ അമ്മയും അച്ഛനും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. അതുകൊണ്ട് ഒരിക്കലും ഇവിടേക്ക് വരാൻ ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പറയില്ല. നിന്നെ പുറത്തിറക്കി എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന വീടാ ഇത്. ഇവിടെ നിന്നും കോരിച്ചൊരിയുന്ന മഴയത്ത് എനിക്ക് എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട കാര്യമില്ല. നയനമോളെ, ഇനി അങ്ങനെ ഒരു തീരുമാനം മോളെ എടുക്കണ്ട. ഞങ്ങളുടെ ഭാഗത്തെ വീഴ്ചകൾ സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ കൊണ്ടുപോവുക. കനകേ, വേണ്ടമ്മേ, അമ്മ എതിരൊന്നും പറയണ്ട. ഭർത്താവും അമ്മായിയമ്മയും വീട്ടിലേക്ക് കയറി വന്ന മരുമകളെ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാ അവളെ പിന്നെ അവിടെ നിർത്തുന്നത് ശരിയല്ല.